ഇറാൻ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരോട് കീഴടങ്ങാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. 3 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. സ്വന്തം ജനതയെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു രീതി അത് കണക്കിലെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ക്രൂരതകളാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമൈനി ഇറാനിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കീഴടങ്ങാത്ത പക്ഷം അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും തന്നെയാണ് ഇപ്പോൾ ഇറാനിലെ പോലീസ് മേധാവികൾ ഇവർക്കായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇറാനിൽ പ്രക്ഷോഭം കത്തിക്കയറിയതിനിടയിൽ തന്നെ ഖൊമൈനി ആകട്ടെ സ്വന്തം മകനെയും കുടുംബാംഗങ്ങളെയും കൊണ്ട് ബങ്കറിൽ ഓടി ഒളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ സ്വന്തം ജനതയെ കൊല്ല ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ഇത്തരമൊരു പ്രവൃത്തി അവിടെ ചെയ്തിരിക്കുന്നത് എന്നതാണ് വസ്തുതയായി തന്നെ വിലയിരുത്തേണ്ടത്. അട്ടിമറി ശ്രമമായിട്ടാണ് പ്രക്ഷോഭത്തെ ഇറാൻ സർക്കാർ കണക്കാക്കിയിരിക്കുന്നതും. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ 72 മണിക്കൂറിനുള്ളിൽ തന്നെ കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ നിയമത്തിന്റെ പൂർണ്ണ ശക്തി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ദേശീയ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണം, അല്ലെങ്കിൽ നിയമത്തിന്റെ പൂർണ്ണ ശക്തി നേരിടേണ്ടി വരും. ഇതായിരുന്നു ആ മുന്നറിയിപ്പ്. വാർത്താ ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇറാൻ ഭരണകൂടം നേരിട്ട കനത്ത വെല്ലുവിളിയായിരുന്നു പ്രക്ഷോഭം. ഇറാൻ അവിടെ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ തന്നെ പ്രക്ഷോഭത്തെ തുടർന്നുള്ള നടപടികളുടെ വ്യാപ്തി ഇപ്പോഴും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പ്രതിഷേധം അടിച്ചമർത്തിയതിനെ തുടർന്നുകൊണ്ട് ചുരുങ്ങിയത് 1000-ഓളം പേർ അവിടെ കൊല്ലപ്പെട്ടതായിട്ടാണ് മനുഷ്യാവകാശ സംഘടനയുടെ അവകാശവാദം. തെറ്റിദ്ധാരണ മൂലം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെയും അതുപോലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും രണ്ടായിട്ടാണ് കാണുന്നതെന്നാണ് ഇറാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തെറ്റിദ്ധാരണ മൂലം ഇതിലേക്ക് എത്തിയവരെ അവിടെ വഞ്ചിക്കപ്പെട്ട വ്യക്തികളായി തന്നെയാണ് കണക്കാക്കുന്നത്. അവർ കീഴടങ്ങിയാൽ അവരോടുള്ള സമീപനം സൗമ്യമായിരിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇറാൻ ഭരണകൂടം നേരിട്ട കനത്ത വെല്ലുവിളിയുടെ ഒരു നാഴികക്കല്ലാണ് ഈ പ്രക്ഷോഭം കണക്കാക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളടക്കം അവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഇതിൽ എത്രത്തോളം ആളുകൾ ഇന്ത്യക്കാരടക്കം അവിടെ കുടുങ്ങിക്കിടക്കുകയും എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ചധികം ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അവർ തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ഇനിയും എത്രത്തോളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് പോലും അതിലെ കണക്കുകൾ പോലും നമുക്ക് അവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല വലിയ രീതിയിൽ മനുഷ്യാവകാശ സംഘടനകളും പല അവകാശവാദങ്ങൾ നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണ മൂലം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെയും അവിടെ രണ്ടായി കണ്ടുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ളവരാണ് ഈ പ്രക്ഷോഭർക്ക് പിന്നിലെന്നും വിദേശത്തു നിന്നും സഹായം ലഭിച്ചതിന്റെ തെളിവുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഭരണകൂടം നേരത്തെ ആരോപണം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.